നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ശിഷ്യന്മാർക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, ഷെയർ, വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ തരണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്കായിട്ട് വാട്സപ്പിൽ എനിക്ക് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രവും ഫീസ് ഇതെല്ലാം എനിക്ക് അയച്ചു തരണം. കാരണം നിങ്ങൾ പെട്ടെന്ന് ഒരു കാര്യം ചോദിക്കാനാണെന്ന് പറയുന്ന ആൾക്കാർ പറയും എൻ്റെ ജാതകത്തിൽ വേറെ എത്രയിലാണ്, എപ്പോഴെനിക്ക് ജോലി കിട്ടും, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം. അതൊക്കെ നമുക്ക് ജാതകം ഗണിച്ചാലേ അറിയാനും പറയാനും പറ്റും. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത് എന്നെ കാൾ ചെയ്ത് മെസ്സേജിൽ തന്നെ ഇടാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം. ഇന്ന് പറയാൻ പോകുന്നത് വേഴമാറ്റത്തെക്കുറിച്ചാണ്. 2024 മെയ് മാസം 1-ാം തീയതി പകൽ 12:59 മുതൽ 2025 മെയ് മാസം 14-ാം തീയതി വരെയാണ് വേഴൻ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നത്. വൃശ്ചികക്കൂറുകാർക്ക് എന്ന് വെച്ചാൽ വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം കേട്ട ഈ 2.25 നക്ഷത്രമാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് വേറെ ഇപ്പം 6 നോക്കിയാണ് വളരെ മോശമാണ്. ഋണാർത്ഥ, ചോരക്ഷത, രോഗശത്രുബാധത, ക്ഷതം, രോഗം, ശത്രു, കുടുംബകലഹം, സന്താനകലഹം, വിഷമതകൾ, തടസ്സങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു കുരുക്ക് മാറി വേഴഗ്രഹം 7ലേക്ക് വരികയാണ്. 12 വർഷത്തിലൊരിക്കലാണ് വേഴഗ്രഹം 7ൽ വരുന്നത്. കാരണം ഒരു രാശിയിൽ ഒരു കൊല്ലം, അങ്ങനെ 12 രാശിയുണ്ട് ജ്യോതിഷത്തിൽ. പിന്നെ വേഴൻ ഇങ്ങനെ ഒരു രാശി ഒരു കൊല്ലം വച്ച് ചുറ്റിക്കറങ്ങി വരുന്ന കാലഘട്ടത്തെയാണ് ഒരു വേഴവട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേഴവട്ടത്തിൽ 12 കൊല്ലത്തിൽ ഒരു കൊല്ലമാണ് വേഴഗ്രഹം നമ്മൾ ജനിച്ച കൂറിൻ്റെ 7ൽ സഞ്ചരിക്കുന്നത്. 7 സഞ്ചരിക്കുന്ന സമയം ഈശ്വരാനുകൂല്യം നല്ല രീതിയിൽ പുരോഗതി പ്രാപിച്ചു വരും. ഈശ്വരാനുകൂല്യം ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. നമ്മളൊരു പവർ യൂണിറ്റായ ഏത് മെഷീനറിയും പ്രവർത്തിക്കാൻ പറ്റും. അതേപോലെ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും പെട്ടെന്ന് നേടി വിജയിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഒരു അപകടം സംഭവിച്ചാൽ വണ്ടി തവിട് പൊടിയായി പോകും, പക്ഷെ അതിനകത്തിരിക്കുന്ന നമുക്കൊരു പോറലും വരില്ല. എന്നുകൊണ്ട് സ്പീഡ് കൂട്ടരുത്, സൂക്ഷിച്ചേ വണ്ടി ഓട്ടിക്കാവൂ. കാരണം നമുക്ക് ഈ പറയുന്ന വേഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആയുസ് കിട്ടും. പക്ഷെ ഒടിവാ ചതവൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അനുഭവിക്കും. ഈശ്വരാനുകൂല്യം കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടതെന്ന് ആളുകൾ പറയും. ഹോസ്പിറ്റലിൽ പോയാലും ആളുകൾ, ഡോക്ടർമാർ നല്ല വിദഗ്ധ ചികിത്സ ചെയ്യും. പക്ഷെ നമ്മുടെ ഗതി അധോഗതിയായിട്ട് വരുമ്പോൾ അവർ പറയും ഞങ്ങൾ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്, ബാക്കി ഇനി ഈശ്വരൻ്റെ കയ്യിലെന്ന് പറയുന്നു. അപ്പോൾ ഈശ്വരൻ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. നമ്മളൊരു പൂജ ചെയ്താലും ഈശ്വരാനുകൂല്യം ഉള്ളവർക്ക് 100% അതിൻ്റെ അനുഗ്രഹം കിട്ടും. ഈശ്വരാനുഗ്രഹം ഇല്ലാത്തവർക്ക് 100 പൂജ ചെയ്താൽ പോലും ഒരു ഫലവും കിട്ടില്ല. നമ്മളൊരു കേസിൽ കുരുങ്ങിയാൽ കോടതിയിൽ പോയാൽ പോലും നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ശിക്ഷിക്കേണ്ടുന്ന കേസുകളിൽ നിന്നും നമുക്ക് രക്ഷിക്കപ്പെടാവുന്ന തരത്തിലുള്ള ആനുകൂല്യം കിട്ടും. എവിടെ ചെന്നാലും ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളവർക്ക് ഉന്നത വിജയങ്ങളും നേട്ടങ്ങളും കിട്ടും. പിന്നെ വേഴ 7 നിൽക്കുമ്പോൾ സൗമ്യ സപ്തമകേ വിവാഹഘടനം നഷ്ടാർത്ഥലാഭ സുദുർഭോഗവ്യാപ്തി സുഹൃതം ജ്ഞാനാധികം സ്യാൽ ഫലോന്നാണ്. വിവാഹഘടന ഉണ്ടാകും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള യോഗം, നടന്ന് ബന്ധം വേണം വേണ്ട വേണം വേണ്ട എന്ന് പറയുന്നവർക്ക് വിവാഹം നല്ല രീതിയിൽ സ്നേഹിച്ച് ജീവിക്കാൻ യോഗം, ഭാര്യ വേണ്ടെന്നും ഭർത്താവ് വേണ്ടെന്നൊക്കെ മത്സരിച്ച് വാശി പിടിച്ച് അഹങ്കാരം കാണിക്കുന്ന ആൾക്കാർക്ക് ക്ഷമയോടുകൂടി ജീവിക്കാനുള്ള മനസ്സ് തോന്നുന്ന സമയം, അർത്ഥലാഭങ്ങൾ, നഷ്ടം വന്ന് കിട്ടാതെ കിടക്കണ ജോലി, പൈസ, അധികാരം, മത്സരങ്ങളിലും പരീക്ഷകളിലും ഉന്നത വിജയം, സ്ഥാനമാനങ്ങൾ. നമുക്കിപ്പോൾ സർക്കാർ ഉദ്യോഗമല്ല, പ്രൈവറ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിച്ചാൽ അതിൽ നല്ല രീതിയിലുള്ള ഗുണങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും.
അങ്ങനെ തൊഴിലാളിയായിട്ട് ജീവിക്കുന്ന ഒരാൾ മുതലാളിയായിട്ട് വരാനും വിദേശയാന സുഹൃതം വിദേശത്ത് പോവാനും വിദേശത്തിരിക്കുന്നവരുടെ സ്നേഹവും സഹായം കിട്ടാനും അധികം ചെയ്യാൽ അധികമായ നേട്ടങ്ങൾ കിട്ടും. അധിക നേട്ടം എന്ന് പറയുമ്പോൾ നമ്മളൊരു പരീക്ഷ എഴുതിയാലും നമുക്ക് തോറ്റുപോകുമെന്ന് വിചാരിക്കും. നല്ല മാർക്ക് കിട്ടും, ജയം കിട്ടും, റാങ്ക് ലിസ്റ്റിലൊക്കെ എത്തപ്പെടാൻ പറ്റും, ജോലി കിട്ടും, അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടും. ഒരു വർഷം കൊണ്ട് ജോലി കിട്ടാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടിയില്ല എന്ന് വിചാരിക്കരുത്. ഈ വർഷം നിങ്ങൾ എഴുതുന്ന ആ പരീക്ഷകളുടെ അടിസ്ഥാനത്തിലും മത്സരങ്ങളുടെയും പ്രയത്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വലിയ അധികാരങ്ങളും പദവികളും കിട്ടാനുള്ള യോഗമൊക്കെ ഉള്ള സമയമാണ്. ഉച്ചക്കൂറുകാർ സർക്കാർ ഉദ്യോഗം 99.75% കിട്ടാൻ യോഗമുള്ള രാശിക്കാരാണ്. പോലീസ്, പട്ടാളം, നിയമം, വക്കീൽ, ജഡ്ജ്, അതേപോലെ IAS, IPS ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലാണ് ഇവർക്ക് കൂടുതൽ ശോഭനമായ സ്ഥിതി. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉന്നത വിദ്യയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഈ കാലം അനുകൂലമാണ്. പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്കും അഡ്മിഷനൊക്കെ ഈസിയായിട്ട് കിട്ടാനുള്ള സാഹചര്യം, പഠിത്തത്തിനും കാര്യത്തിനും മെച്ചമായ നേട്ടങ്ങളും കിട്ടും. വേഴൻ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനുമാണ്. അതുകൊണ്ട് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ, ധനവും ഭാഗ്യവും ഐശ്വര്യവും സന്താനങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ കിട്ടി ഹീറോ ആയിട്ട് ഇരിക്കുന്ന ഒരാൾ ഹീറോ ആയിട്ട് വരും. മക്കളുടെയും വിവാഹം നടത്തിക്കാനും യോഗം. പിന്നെ വിവാഹം എന്ന് പറയുമ്പോൾ വിവാഹത്തിന് ആരൊക്കെ കാണും? പല ജാതിക്കാർ, മതക്കാർ, രാഷ്ട്രീയക്കാർ, സംഘടനക്കാർ, സമുദായക്കാർ, എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഒന്നിച്ച് കൂടി യോജിച്ച് നിൽക്കുന്ന ഒരു പുണ്യകർമ്മമാണ് വിവാഹം. അതേപോലെ നിങ്ങളുടെ രാഷ്ട്രീയക്കാരാ, സമുദായക്കാരാ, മറ്റു മതക്കാരാ എന്തെങ്കിലും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ശത്രുക്കളെ പോലെ പ്രവർത്തിക്കുന്നവരൊക്കെ നമ്മളോട് സ്നേഹിച്ച് സഹകരിച്ച് വരാൻ മനസ്സ് കാണിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെറിയൊരു വിരോധം വെച്ച് വലിയൊരു ശത്രുവിനെ വിലയ്ക്ക് വാങ്ങിക്കാൻ ശ്രമിക്കാതെ ചെറിയ സ്നേഹം കൊണ്ട് വലിയൊരു ശത്രുവിനെ നമുക്ക് മിത്രമാക്കി എടുക്കാൻ പറ്റും. ശത്രുക്കളെ ഉണ്ടാക്കുന്നതിനേക്കാളും മിത്രങ്ങൾ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതേപോലെ നിങ്ങളെ ജോലിയിലുള്ള വീഴ്ചകൾ, നിങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള എന്തെങ്കിലും ആരോപണങ്ങൾ, സർക്കാരുമായിട്ടുള്ള കേസുകൾ ഒക്കെ നമുക്ക് വിജയിച്ച് കോടതിയിൽ നിന്ന് രക്ഷ പ്രാപിച്ച് വരാനുള്ള സാധ്യതയും യോഗവും വളരെയധികമാണ്. അങ്ങനെ നമുക്ക് സീറോ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഹീറോ ആയിട്ട് തന്നെ ജീവിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവും. ആ വലിയ ആഗ്രഹങ്ങളുള്ള ഒരാളാണെങ്കിൽ പോലും എനിക്കൊന്നും വേണ്ട, എൻ്റെ മനസ്സ് മുരടിച്ച് ഞാൻ പോയതൊന്നും നേടാൻ കഴിഞ്ഞെന്നുള്ള ഒരു വിഷമത്തിൽ കഴിയുന്ന അവസ്ഥയാണ് വേഴ 6-ൽ. അത് മാറി ചെറുതായിട്ടൊന്ന് ഞാൻ ഒന്ന് പരിശ്രമിച്ച് നോക്കിയാൽ രക്ഷ കിട്ടുമെങ്കിൽ നോക്കാൻ പറയും. പോകുന്ന കാര്യങ്ങളെല്ലാം നേടി ജയിക്കുമ്പോഴാണ് ആ സമയത്തിൻ്റെ മാറ്റം കൊണ്ടുള്ള ഗുണങ്ങളുടെ സംതൃപ്തിയും അനുകൂലങ്ങളും നമുക്ക് ആസ്വദിച്ചറിയാൻ പറ്റുന്നത്. പിന്നെ എന്ത് കാര്യത്തിന് പോയാലും വിജയിച്ച് നേടാനും സ്വന്തം കാര്യം മാത്രമല്ല മക്കളുടെ കാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലും പൊതുപ്രവർത്തന രംഗങ്ങളിലും ആത്മീക ദൈവിക കർമാദികളിലും ഒക്കെ നമുക്ക് ഗുണം കിട്ടും. പിന്നെ വേറെ 7 നിൽക്കുമ്പോൾ ഗുരു ശുക്രൈ കേന്ദ്രകൈവ സുഖിതാഹ സ്തത്രാതുരോ വജച്ച. വലിയ രോഗിയാണ്, വലിയ സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞാലും അതൊക്കെ മാറി, രോഗം മാറി, സന്തോഷം തോന്നി, രോഗശമനം കിട്ടി, ദുരിതങ്ങളിൽ നിന്ന് മാറ്റം കിട്ടി, കടങ്ങൾ മാറി കിട്ടി, അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ പ്രാപിച്ച് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എല്ലാ തരത്തിലും വേഗത്തിൻ്റെ അനുഗ്രഹ കടാക്ഷം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും സമ്പത്തിനെയും സൗഭാഗ്യത്തിലേക്ക് നയിക്കും. പിന്നെ ഈ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ചില ജാതകങ്ങളിൽ ജനിക്കുമ്പോഴേ ഭാഗ്യമില്ല, സർപ്പദോഷമുള്ളവർ വീട്ടിൽ നിന്ന് വെളിയിറങ്ങൂല, ജോലിക്ക് പോകില്ല, ജോലി ഉണ്ടെങ്കിൽ പോലും അലസത കാണിച്ച് കളയും. പാമ്പ് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്നെങ്കിൽ ജോലിക്ക് പോകില്ല, കല്യാണത്തിന് പോകില്ല, മരണത്തിന് പോകില്ല, വാലിയാച്ചിന് പോകില്ല, ഒന്നിനും പോവാതെ അലസത കാണിക്കുന്ന ആൾക്കാർ സർപ്പദോഷമുള്ളവരുണ്ട്. ദൈവാനുഗ്രഹം ജാതകത്തിൽ കുറച്ച് നിൽക്കുന്നവർക്ക് വളരെ കഴിവും ഉന്നത വിദ്യകളും സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും വേണ്ടാന്നുമുണ്ടെല്ലാം കളഞ്ഞു പൊളിക്കുന്ന ആഗ്രഹിക്കുന്നവർക്കുണ്ട്. അപ്പം അങ്ങനെ ജാതകത്തിൽ എന്തെങ്കിലുമൊക്കെ ഗ്രഹപ്പിഴകളുണ്ടെങ്കിൽ അത് മാറാനുള്ള പരിഹാരവും പൂജയും കൂടെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സീറോയല്ല സീറോയായിട്ട് തന്നെ വരാൻ പറ്റും. കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസ്യതോറും
രാവിലെ ഗണപതി ഹോമവും 10 മണിക്ക് മൃത്യുഞ്ജയവും 4 മണിക്ക് യമരാജ പൂജ, വൈകുന്നേരം 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ അഭിഷേകങ്ങൾ, ദിവ്യാഭിഷേകങ്ങൾ, കലശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാനും ചെയ്യാനും പങ്കെടുക്കാനും താല്പര്യമുള്ളത് വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. കാലഭൈരവ സ്വാമിയുടെ സഹായവും അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും കൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നൽകുന്നു. നന്ദി, നമസ്കാരം.